ഇവിടെ പേജ് നമ്പർ 34 34 ഇതുപോലെ ചുവടെയുള്ള കണക്കുകൾ ചെയ്യാമല്ലോ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിലാദ്യത്തെ ചോദ്യം 13 ഗുണിക്കണം 15. ഇതെങ്ങനെ ചെയ്യാൻ നമുക്ക് ആദ്യം നോക്കാം. ഈ 13ന് നമുക്ക് 10 കൂട്ടണം 3 അങ്ങനെ എഴുതാം അല്ലേ. അപ്പോൾ ഇവിടെ ആദ്യത്തെ കള്ളിയുടെ മുകളിൽ നമ്മൾ എന്തെഴുതണം? 10 എന്ന് എഴുതണം. രണ്ടാമത്തെ കള്ളിയുടെ മുകളിലോ 3 എന്ന് എഴുതണം. അതുപോലെ തന്നെ 15ന് നമുക്ക് എങ്ങനെ എഴുതാം? 10 കൂട്ടണം 5 അല്ലേ 15. അപ്പോൾ ആദ്യത്തെ കള്ളിയുടെ ഇടതുവശത്ത് 10 എന്ന് എഴുതണം. അതുപോലെ തന്നെ രണ്ടാമത്തെ കള്ളിയുടെ ഇടതുവശത്ത് 5 എന്നും എഴുതണം. ഇനി ഈ രണ്ട് 10കൾ തമ്മിൽ ഗുണിക്കുമ്പോൾ 10 ഗുണിക്കണം 10 എത്രയാണ്? 100 ആണ്. അപ്പോൾ അതവിടെ എഴുതാം. അടുത്തത് ഈ 10 ഗുണിക്കണം 5 എത്രയാണ്? 50 ആണ്. അപ്പോൾ 5 0 50 അവിടെ എഴുതുക. ഇനി ഈ 10 ഗുണിക്കണം 3 എത്രയാണ്? 30 ആണ്. അപ്പോൾ ഇവിടെ 30 എന്ന് എഴുതുക. അടുത്തത് ഈ 5 ഗുണിക്കണം 3 എത്രയാണ്? 15 ആണ്. അപ്പോൾ അതാ ഈ കളിയിൽ 15 എന്ന് എഴുതുക. ഇനി ആദ്യത്തെ കളിയിൽ 100ഉം 30ഉം കൂടിയും കൂട്ടിയിട്ട് ഇവിടെ നമ്മൾ 130 എന്ന് എഴുതണം. അതുപോലെ തന്നെ അടിയിലത്തെ കള്ളിയിലെ 50, 15 ഇവ കൂട്ടിയിട്ട് 65 എന്ന് ഇവിടെയും എഴുതുക. ഇനി 130ഉം 65ഉം കൂടി കൂട്ടിയിട്ട് 195 ആണ് ഉത്തരം. ഇനി അടുത്ത ചോദ്യം ഇത് 17 × 16. ഇതെങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. ഇതവിടെ 17 ഗുണിക്കണം 16 ചെയ്യുമ്പോൾ കണ്ടോ, നമുക്കൊരു 272 ഉത്തരം കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെ കിട്ടണത്? നമുക്കറിയാം 10ഉം 7ഉം ആണ് 17. അപ്പോൾ നമ്മളത് മുകളിൽ എഴുതിയിട്ടുണ്ട് അല്ലേ. ഇനി അതേപോലെ 10ഉം 6ഉം ആണ് 16. അപ്പോൾ 10 6 നമ്മൾ ഇടത് സൈഡിലും എഴുതിയിട്ടുണ്ട്. എന്നിട്ട് 10 ഗുണിക്കണം 10 എത്രയാണ്? 100. അതേപോലെ 10 ഗുണിക്കണം 6 എത്രയാണ്? 60. അതുപോലെ തന്നെ ഈ 10 ഗുണിക്കണം 7 70 എന്ന് എഴുതുക. അതേപോലെ 6 ഗുണിക്കണം 7 നമുക്കറിയാം 42 എന്ന് എഴുതുക. ഇനി നമുക്ക് മുകളിലെ വരികളൊക്കെ ഉള്ളത് കൂട്ടാം. കണ്ടോ, ഈ 100ഉം 70ഉം കൂടിയും കൂട്ടുമ്പോൾ എത്രയാണ്? 170. ഈ 60ഉം 42ഉം കൂടിയും കൂട്ടുമ്പോൾ എത്രയാണ്? 102. അങ്ങനെ ഈ 170ഉം 102ഉം കൂടിയും കൂട്ടുമ്പോൾ 272 കിട്ടും. ഇനി അടുത്ത ചോദ്യം 18 ഗുണിക്കണം 19. എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നമുക്കറിയാം 10ഉം 8ഉം ആണ് 18. അപ്പോൾ നമ്മൾ മുകളിൽ എഴുതി. അതേപോലെ 10ഉം 9ഉം ആണ് 19. അപ്പോൾ 10 9 എന്നുള്ളത് നമ്മൾ കളികളുടെ ഇടത് സൈഡിലും എഴുതി. ഇനി 10ഉം 10ഉം ഗുണിച്ചാൽ എത്രയാണ്? 100 എന്ന് കിട്ടി. ഇനി 10ഉം 8ഉം കൂടി ഗുണിച്ചാൽ 80 എന്നും കിട്ടി. ഇനി 10ഉം 9ഉം കൂടി ഗുണിച്ചാൽ 90. അടുത്തത് 9ഉം 8ഉം കൂടി ഗുണിച്ചാൽ 72. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? മുകളിലുള്ള ഈ 100ഉം 80ഉം കൂടിയും കൂട്ടിയാൽ 180 എന്ന് എഴുതാം. ചുവടെയുള്ള 90ഉം 72ഉം കൂടിയും കൂട്ടിയിട്ട് 162 എന്ന് എഴുതുക. എന്നിട്ട് അവസാനം 180ഉം 162ഉം കൂടിയും കൂട്ടുമ്പോൾ 342. അതാണ് നമ്മുടെ ആൻസർ. ഇനി അടുത്ത ചോദ്യം ഇത് 14 × 18 ചെയ്ത് നോക്കാം. 14 നമുക്കറിയാം 10 കൂട്ടണം 4 ആണെന്ന്. അപ്പോൾ 10 4 എന്നുള്ളത് മുകളിൽ എഴുതുക. പിന്നെ 18 എന്നുള്ളത് നമുക്കറിയാം 10 കൂട്ടണം 8 ആണെന്നുള്ളത്. അപ്പോൾ 10 8 എന്നുള്ളത് ആ ചതുരത്തിൻ്റെ ഇടത് സൈഡിൽ എഴുതുക. ഇനി ഈ രണ്ട് 10ഉം കൂടിയും ഗുണിക്കുമ്പോൾ 100 കിട്ടും. 100 അവിടെ എഴുതുക. ഇനി ഈ 10ഉം 8ഉം കൂടി ഗുണിക്കുമ്പോൾ 80 കിട്ടും. 80 എഴുതി. ഇനി അടുത്തത് 10ഉം 4ഉം കൂടിയും ഗുണിക്കുമ്പോൾ 40 കിട്ടുന്നു. അതുപോലെ തന്നെ 8ഉം 4ഉം കൂടിയും ഗുണിക്കുമ്പോൾ 32 കിട്ടുന്നു. ഇനി മുകളിലുള്ള നമ്പേഴ്സ് എന്ന് വെച്ചാൽ 100ഉം 40ഉം കൂടിയും കൂട്ടിയാൽ 140. 80ഉം 32ഉം കൂടിയും കൂട്ടിയാൽ 112 എന്ന് എഴുതാം. ഇനി ഈ 140ഉം 112ഉം കൂടിയും കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നത്? 252 കിട്ടുന്നത്. ഇതാണ് നമ്മുടെ ഉത്തരം. ഇനി അടുത്ത ചോദ്യം 15 ഗുണിക്കണം 15.
നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ 10 കൂട്ടണം 5 ആണ് 15. 10 5 എന്ന് മുകളിൽ എഴുതി. അതേപോലെ അടുത്ത സംഖ്യയും 15 ആണ്. അപ്പോൾ 10 കൂട്ടണം 5 തന്നെയാണ് 15. അപ്പോൾ 10 5 എന്നുള്ളത് നമ്മൾ ഇടതുവശത്തും എഴുതി. ഇനി ഈ 10ഉം 10ഉം കൂടി ഗുണിക്കുമ്പം 100. 10ഉം 5ഉം കൂടി ഗുണിക്കുമ്പോൾ 50 എഴുതി. അതേപോലെ അടുത്തതും എന്താണ് 10 ഗുണിക്കണം 5 ആണ്. എത്രയാണ്? 50 തന്നെയാണ്. ഇനിയോ 5 ഗുണിക്കണം 5 എത്രയാണ്? 25. അത്രയും നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി മുകളിലുള്ള 100 50ഉം കൂടിയും കൂട്ടുമ്പോൾ 150. അടിയിലുള്ള 50 25ഉം കൂടിയും കൂട്ടുമ്പോൾ 75. ഇനി ഈ 150ഉം 75ഉം കൂടിയും കൂട്ടുമ്പോൾ എത്രയാണ്? 225 ആണ്. അപ്പോൾ അതാണ് നമ്മുടെ ഉത്തരം.